മഴത്തോരു മുമ്പയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മനുവിനെ അലീന ഇല്ലാത്ത ആ വീട്ടിലേക്ക് പോകാൻ തന്നെ ചിന്തിക്കാൻ വയ്യാത്തൊരവസ്ഥയായിരുന്നു. പക്ഷേ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ അങ്കിളും മക്കളും ഉണ്ടല്ലോ അവിടെ, അതിനെക്കൊണ്ട് ഇന്നൊന്ന് പോയേ പറ്റൂ എന്നൊക്കെ ചിന്തിച്ചിട്ട് മനു ബാലചന്ദ്രമേനോനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ അവിടെ എത്തുന്ന സമയത്ത് കൃഷ്ണമോളും ബബിതയും അവിടെ മുറ്റത്ത് ഇങ്ങനെ പുല്ലൊക്കെ പറിച്ചിട്ടുമൊക്കെ ജോലികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് മനു എന്നിറങ്ങുന്നത്. അങ്ങനെ മനു ചോദിക്കുന്നുണ്ട്, ആഹാ എന്ത് നല്ല കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്, ഏതായാലും നിങ്ങളുടെ ചേച്ചി നിങ്ങളെ കുറേ നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടാണല്ലോ പോയത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് കൃഷ്ണമോളും ബബിതയും പറയുന്നുണ്ട്, അതെ ചേച്ചിയെ ഓർക്കാൻ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് നല്ല നല്ല കാര്യങ്ങളുണ്ട്, ഞങ്ങളാക്കി മാറ്റിയത് ചേച്ചിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അലീനയെ വായത്തോരാതെ സംസാരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ചോദിക്കുന്നുണ്ട്, അല്ല ഇനിയിപ്പോൾ നമ്മൾ പറയുന്നതും കേട്ട് നിങ്ങളുടെ അമ്മ റാണി ഇങ്ങോട്ട് വരണ്ട എന്നൊക്കെ പറയുമ്പോൾ, അമ്മയുടെ കാര്യം പറയാതിരിക്കുന്നതാണ് നല്ലത്, അച്ഛനോട് ഇടയ്ക്കിടയ്ക്ക് നല്ല ഡോസ് കിട്ടുന്നുണ്ട്, എപ്പോഴാണെന്നറിയില്ല ഇനി അത് ഏറ്റവും വലിയ ഡോസായിട്ട് മാറുക, അത് കിട്ടുന്നത് വരെ അമ്മ വായിൽ കോലും കുത്തി നടക്കും എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ്. അപ്പം ബബിത പറയുന്നുണ്ട്, എൻ്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വന്നാൽ ഞാൻ നല്ലോണം കണക്കിന് കൊടുക്കുന്നുണ്ട്, ഇങ്ങനെയുണ്ടോ അമ്മമാർ മനേട്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് നിങ്ങളായിട്ടൊരു പ്രശ്നത്തിലും പോകണ്ട, നിങ്ങൾ അച്ഛനിവിടെ ഉണ്ടല്ലോ, അച്ഛനോട് പറഞ്ഞാൽ മതി, അച്ഛൻ പരിഹരിച്ചോളും, അച്ഛനെ പരിഹരിക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഞാൻ അച്ഛനെ കാണട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തോട്ട് പോവുകയാണ്. അകത്തോട്ട് പോകുന്ന സമയത്താണ് വൈജയന്തി അവിടെ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, ആഹാ ആരാപ്പത്, ഞാൻ വിചാരിച്ചു നിൻ്റെ കാമുകി ഇവിടുന്ന് പോയ ശേഷം നിന്നെ ഇങ്ങോട്ട് കാണത്തില്ല എന്ന്, കാരണം അവളെ കാണാൻ ആണല്ലോ നീ ഇങ്ങോട്ട് മെയിനായിട്ട് വരുന്നത്, കുടുംബം മുടിപ്പിച്ചവളാണ്, നമ്മളെ തമ്മിൽ തെറ്റിച്ചവളാണ്, നിൻ്റെ മനസ്സ് വരെ അവൾ മയക്കിയെടുത്തല്ലോ, അപാര കഴിവ് തന്നെ, ഇനിയിപ്പോൾ എവിടെയാണ് ചെന്നെത്തിയതാവോ, അവിടെയുള്ളവരെയും മയക്കിയെടുത്ത് കുടുംബം നശിപ്പിക്കാനായിരിക്കും പോയിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് വൈജയന്തി. അപ്പോൾ ആ സമയത്ത് മനു പറയുന്നുണ്ട്, ആൻറ്റി കൂടുതലൊന്നും സംസാരിക്കേണ്ട, അധികം അലീനയെക്കുറിച്ച് പറഞ്ഞാൽ എനിക്ക് ചില കാര്യങ്ങൾ അങ്ങോട്ട് പറയേണ്ടി വരും, അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആൻറ്റിക്ക് താങ്ങാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അതെന്താണ് നീ അങ്ങനെ പറയുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, എന്താ ഒന്നും അറിയാത്ത പോലെ, എന്താ ആൻറ്റിയെക്കുറിച്ച് ഒരു ബോംബ് തന്നെ എനിക്ക് പൊട്ടിക്കാനുണ്ട് എന്നൊക്കെ പറയുമ്പോൾ, എന്ത് ബോംബാണ് നിനക്ക് പൊട്ടിക്കാനുള്ളത്, ഇത് ഇടയ്ക്കിടയ്ക്ക് നീ എന്നെ പറഞ്ഞിങ്ങനെ ഇതാക്കുന്നുണ്ടല്ലോ, എന്താ നിനക്ക് പൊട്ടിക്കാനുള്ളത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് 23 വർഷങ്ങൾക്ക് നടന്നൊരു ബോംബാണ് എനിക്ക് പൊട്ടിക്കാനുള്ളത്, ആൻറ്റിയുടെ പാസ്റ്റായിട്ടുള്ള ഒരു ബോംബാണ് പൊട്ടിക്കാനുള്ളത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് എൻ്റെ പാസ്റ്റിന് എന്താ സംഭവിച്ചത്, നീ എന്നെ കുറേ അങ്ങോട്ട് ഇതാക്കാൻ വരല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആൻറ്റി എന്നെ കൂടെ വെറുതെ ഓരോന്ന് പറയിപ്പിക്കാൻ നിൽക്കണ്ട, ഞാൻ പറഞ്ഞല്ലോ പറയിപ്പിച്ചാൽ അത് താങ്ങാൻ പറ്റില്ല എന്നുള്ളത്, അതുകൊണ്ട് ചൊറിയാൻ വരണ്ട, ചൊറിഞ്ഞാൽ പിന്നെ ഞാനത് നോക്കി നിൽക്കത്തൊന്നുമില്ല, പിന്നെ ആൻറ്റിക്ക് തന്നെയാണ് അതിൻ്റെ കേട്, ഇവിടുന്ന് കെട്ടും വേണ്ടക്കെട്ടും എടുത്ത് അലീന ഇറങ്ങിയ പോലെ ആയിരിക്കില്ല ഇവിടുന്ന് ഇറങ്ങേണ്ടി വരിക എന്നൊക്കെ ഇങ്ങനെ മനു പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ ബാലചന്ദ്രനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് വൈജയന്തി സംസാരിച്ച കാര്യത്തെക്കുറിച്ചൊക്കെ മനു ബാലചന്ദ്രനോട് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇടയ്ക്ക് എൻ്റെ വായിലും കോലും കുത്തിയും വരുന്നുണ്ട്, അതെപ്പോഴാണ് ഞാൻ പൊട്ടിക്കാമെന്നറിയില്ല, എന്തായാലും പോകുന്നതിന് മുമ്പ് പൊട്ടിച്ചേ പറ്റുകയുള്ളൂ, അത് പൊട്ടിക്കാതിരുന്നിട്ട് കാര്യമില്ല, അഹങ്കാരം മൂത്ത് വരികയാണ്, സ്വന്തം തെറ്റെന്താണെന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ മുന്നോട്ട് ബാക്കോട്ടൊക്കെ ചിന്തിച്ചൊന്ന് ഓർക്കുമല്ലോ, ഇത് അതുപോലുമില്ല, വലിയ ശീലാവധി ചമയുകയാണ്, അലീനയെക്കുറിച്ച് പറയാനുള്ള ഒരു യോഗ്യതയും അവൾക്കില്ല എന്നുള്ളത് അവൾ മനസ്സിലാക്കുന്നില്ലല്ലോ, പമ്പര വിഡ്ഢി തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് വൈജയന്തിയെ കളിയാക്കുകയാണ് ബാലചന്ദ്രൻ.